السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله سيدنا محمد وعلى آله وصحابه الفائزين برضا الله. أما بعد. സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. നമുക്കവൻ തഖ്വയും ഈമാനും വർദ്ധിപ്പിച്ചു നൽകുമാറാവട്ടെ. എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. പാപമോചനവും നരകമോചനവും സ്വർഗ പ്രവേശനവും നൽകി നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും അവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിന്റെ ആദ്യത്തെ പകുതി കഴിഞ്ഞതോടെ രണ്ടാമത്തെ പകുതിയിലേക്ക് പ്രവേശിച്ചതോടെ നാം വിത്ർ നിസ്കാരത്തിൽ ഖുനൂത്ത് തുടങ്ങി, ശാഫിഈ മദ്ഹബ് അനുസരിച്ച്. അതേസമയം പല പള്ളികളിലും 1 മുതൽക്ക് തന്നെ ഖുനൂത്ത് ഓതി തുടങ്ങിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ വചനങ്ങളിൽ, ചെറിയ ചെറിയ 4-5 വചനങ്ങളിൽ ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള പ്രാർത്ഥന വചനമാണത്. മഹാനാരായ ഹസൻ റളിയല്ലാഹു അൻഹുവിനിക്ക് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതാണ് ഈ വചനങ്ങൾ. അതാണ് നാം ഖുനൂത്തിൽ ചൊല്ലുന്നത്. വളരെ അർത്ഥവ്യാപ്തിയുള്ള, വിശാലമായ ഭാഷ്യമുള്ള വചനങ്ങളാണത്. അല്ലാഹുമ്മ ഹ്ദിന ഫീമൻ ഹദൈത്. ഒന്നാമത്തെ വചനം അതാണല്ലോ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകണമേ, നീ ഹിദായത്ത് നൽകിയവരുടെ കൂടെ. ഫീമൻ ഹദൈത, നീ ഹിദായത്ത് നൽകിയ സച്ചരിതരായ ആളുകളുടെ കൂടെ ഞങ്ങൾക്കും നീ ഹിദായത്ത് നൽകണമേ. ഫീമൻ ഹദൈത എന്ന് പറഞ്ഞത് തവസ്സുലാണ്, അള്ളാഹുവിനോടുള്ള ഒരു ഇടതേട്ടമാണ്. സച്ചരിതരോടൊപ്പം ഞങ്ങളെ നീ ചേർക്കണമേ, അവരുടെ പുണ്യം കൊണ്ട് ഞങ്ങളെയും നീ സച്ചരിതരാക്കണമേ എന്ന പ്രാർത്ഥന. വാക്കിലും പ്രവൃത്തിയിലും വിശ്വാസത്തിലും ശരിയായ ദിശയിൽ ഞങ്ങളെ നീ ചലിപ്പിക്കണമേ. നല്ല വചനങ്ങൾ പറയാൻ, സുഹൃതങ്ങൾ ചെയ്യാൻ, നല്ല വിശ്വാസം ഹൃദയത്തിൽ ഊട്ടിയുറപ്പിക്കാൻ അള്ളാഹുവെ നീ തുണയാവണമേ എന്ന പ്രാർത്ഥന. ആർക്കൊക്കെയാണോ നീ അത്തരം നന്മകൾ നൽകിയത്, മാർഗദർശനം നൽകിയത്, ആ മാർഗദർശനം നൽകിയവരുടെ കൂടെ ഞങ്ങളെ നീ ചേർക്കണമേ എന്ന് നാം ഫാത്തിഹ സൂറത്തിലും അങ്ങനെയാണല്ലോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടാമത് നാം ചോദിക്കുന്നത് വആഫിന ഫീമൻ ആഫൈത്, നീ സൗഖ്യം നൽകിയവരുടെ കൂടെ ഞങ്ങൾക്കും നീ സൗഖ്യം നൽകണമേ. പരിശുദ്ധ ദീനിൽ ഉള്ള സൗഖ്യം എന്ന് പറഞ്ഞാൽ അത് ഫിത്ന ഫസാദിയിൽ നിന്ന് ദീനിനെ രക്ഷപ്പെടുത്തണം, നമ്മുടെ ഈമാനിനെ രക്ഷപ്പെടുത്തണം. നഷ്ടപ്പെട്ടു പോകരുത് ഈമാൻ, ദീൻ നഷ്ടപ്പെട്ടു പോകരുത്. അത് നീ കാത്തു സൂക്ഷിക്കണമേ അല്ലാഹ്. ആഫിയത്ത് നൽകുക എന്ന് പറഞ്ഞാൽ ദീനിലെ ആഫിയത്ത് അതാണ്. പരിഷ്കരണവാദികളിൽ കൊടുങ്ങരുത്, പുത്തൻവാദികളിൽ അകപ്പെടരുത്. അങ്ങനെ ഈമാനെ നീ സലാമത്താക്കണമേ. ശാരീരികമായ ആഫിയത്ത് എന്ന് പറഞ്ഞാൽ രോഗത്തിൽ നിന്ന് അള്ളാഹുവെ നീ കാക്കണമേ, സലാമത്ത് നൽകണമേ. കുടുംബത്തിൽ നീ പരീക്ഷണങ്ങൾ നൽകാതെ സലാമത്ത് നൽകണമേ. സമ്പത്തിൽ പരീക്ഷണങ്ങൾ നൽകാതെ നീ സലാമത്ത് നൽകണമേ, സൗഖ്യം നൽകണമേ. ഇതാണ് നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. സൗഖ്യത്തിന് വേണ്ടി ദീനിലും ദുനിയാവിലും ശരീരത്തിലും കുടുംബത്തിലും സമ്പത്തിലുമൊക്കെ സൗഖ്യം നീ നൽകണമേ. ഈമാൻ കഴിഞ്ഞാൽ, വിശ്വാസം കഴിഞ്ഞാൽ ഒരു സത്യവിശ്വാസിക്ക് ഏറ്റവും വേണ്ടതാണ് ആഫിയത്ത് എന്നത്. അവൻ എപ്പോഴും ചോദിക്കേണ്ടതും ആഫിയത്തിന് വേണ്ടി തന്നെയാണ്. അതില്ലെങ്കിൽ, ആഫിയത്തില്ലെങ്കിൽ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ആരാധന ചെയ്യാനും കർമ്മങ്ങൾ ചെയ്യാനും സാധിക്കുകയില്ലെന്ന് മാത്രമല്ല, ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഫിയത്തില്ലെങ്കിൽ സാധ്യമാവില്ല. അതിനാൽ എപ്പോഴും നാം ചോദിച്ചു കൊണ്ടിരിക്കണം ആഫിയത്തിനെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ചോദിച്ചു കൊണ്ടിരുന്നതാണ് ആഫിയത്ത്. മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, എല്ലാ രാവിലെയും എല്ലാ വൈകുന്നേരവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു ആഫിയത്തിന് വേണ്ടി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദ്ദീനി വദ്ദുനിയാ, ദുനിയാവിലും ദീനിലും ആഫിയത്തിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് അഷ്റഫുൽ ഖൽഖായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിനവും രാവിലെയും വൈകുന്നേരവും ദുആ ചെയ്യാറുണ്ടായിരുന്നു. അള്ളാഹുവിലേക്ക് ഏറെ ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണത്. ആഫിയത്തിന് വേണ്ടിയുള്ള ചോദ്യം അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ആഫിയത്തുള്ള, ആരോഗ്യമുള്ള അടിമയെയാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ഒരു ഹദീസിൽ കാണാമല്ലോ. അപ്പൊ ആഫിയത്തിന് വേണ്ടിയുള്ള ചോദ്യം അള്ളാഹുവിലേക്ക് ഏറെ ഇഷ്ടമാണ്.
ആ ചോദ്യത്തിനകത്ത് ആഫിയത്തിന് നാം ചോദിക്കുമ്പോൾ അതിനകത്ത് എല്ലാ ഷെറിൽ നിന്നുള്ള കാവലും എല്ലാ ഖൈറിന് വേണ്ടിയുള്ള തേട്ടവും അതിനകത്തുണ്ട്. അതിനാൽ നാം എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കണം. പിന്നെ മൂന്നാമതായിക്കൊണ്ട് ഖുനൂത്തിൽ നാം ചോദിക്കുന്ന പ്രാർത്ഥന, നാം ചോദിക്കുന്നത് വതവല്ലന ഫീമൻ തവല്ലൈത്, നീ സഹായിച്ചവരോടൊപ്പം, നീ ശക്തിപ്പെടുത്തിയവരോടൊപ്പം, നീ പ്രത്യേകമായി പരിഗണന നൽകി ഏറ്റെടുത്തവരോടൊപ്പം ഞങ്ങളെ നീ സഹായിക്കുകയും ഞങ്ങളെ നീ ശക്തിപ്പെടുത്തുകയും ഞങ്ങളെ നീ ഏറ്റെടുക്കുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥനയാണ്. അള്ളാഹു നമ്മെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നാം രക്ഷപ്പെട്ടല്ലോ. എല്ലാ കാര്യങ്ങളും നമുക്ക് അധീനപ്പെട്ടു വരും. അപ്പോൾ പിന്നെ ഭയപ്പെടാനൊന്നുമില്ല. അസംഭവ്യമാണെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ സംഭവിച്ചിരിക്കും. അള്ളാഹുവിനോട് നമ്മെ പ്രത്യേകമായി പരിഗണന നൽകി ഏറ്റെടുക്കാൻ വേണ്ടി, നമ്മെ സഹായിക്കാൻ വേണ്ടി, നമ്മെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് വതവല്ലന ഫീമൻ തവല്ലൈത്. പിന്നീട് നാം ചോദിക്കുന്നത് വബാരിക് ലനാ ഫീമാ അഅ്തൈത്, നീ എന്തൊക്കെ ഞങ്ങൾക്ക് നൽകിയവോ അതിൽ മുഴുവനും നീ ബർക്കത്തിനെ ചൊരിഞ്ഞു തരണമെന്ന്. അധികമായി നൽകണം. നീ നൽകിയതിനെ നീ അധികമായി ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കണം. അതിൽ ഖൈറിനെ നീ നൽകണം. നീ നൽകിയതെല്ലാം ഖൈറായി നിലനിർത്തി തരണം. വിശാലമായ ഔദാര്യം നീ ചൊരിഞ്ഞു തരണം. നിന്റെ അനുഗ്രഹം ഒരിക്കലും ഞങ്ങളിൽ നിന്ന് തടയപ്പെടരുത്. ഞങ്ങൾക്ക് അത് നശിച്ചു പോവരുത്. ഞങ്ങളുടെ മാലിലും ഞങ്ങളുടെ സമ്പത്തിലും ഞങ്ങളുടെ സന്താനങ്ങളിലും ഞങ്ങളുടെ അറിവിലും ഞങ്ങൾക്ക് നീ നൽകിയ സ്ഥാനമാനങ്ങളിലും എല്ലാം തന്നെ നീ ജാസ്തിയായിക്കൊണ്ട് അധികമായിക്കൊണ്ട് നീ നൽകിക്കൊണ്ടേയിരിക്കണം. അത് ഞങ്ങൾ നീ നീക്കിക്കളയരുത് എന്ന പ്രാർത്ഥനയാണ്. വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണല്ലോ. അതുപോലെ പിന്നെ വഖിന ശർറ മാ ഖദൈത്, നീ വിധിച്ച വല്ല ഷെറുകളും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് നീ കാക്കണമേ. ഷെറിൽ നിന്നുള്ള കാവല് ദുആ കൊണ്ടാണ് മാത്രമേ അത് സാധ്യമാവൂ എന്ന് വേറൊരു ഹദീസിൽ കാണാവുന്നതാണ്. ദോഷങ്ങൾ, മോശങ്ങൾ, ആപത്തുകൾ, അപകടങ്ങൾ, ദുരന്തങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, കടങ്ങൾ, കടപ്പാടുകൾ, നഷ്ടങ്ങൾ, അങ്ങനെയുള്ള എല്ലാറ്റിൽ നിന്നും നിന്റെ കാവൽ വേണമേ അല്ലാഹ്. നീ കാക്കണമേ അല്ലാഹ്. അവയിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് നീ കാവൽ നൽകി അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനാ വചനങ്ങളിൽ എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ടല്ലോ. ഇനി ഈ കുനൂത്തിന്റെ അവസാന ഭാഗത്തിലാവട്ടെ പാപമോചനത്തിനുള്ള തേട്ടമുണ്ട്. അതുപോലെ തന്നെ തൗബ സ്വീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തുമുണ്ട്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട 4-5 വചനങ്ങൾ, അത് ആ തേട്ടങ്ങൾ ചുരുങ്ങിയ വചനങ്ങളിലൂടെ ഉള്ള ഈ പ്രാർത്ഥന അതിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിരിക്കുകയാണ്. ദുനിയാവിലേക്ക് നമുക്ക് വേണ്ടതും ആഖിറത്തിലേക്ക് വേണ്ടതുമായ കാര്യങ്ങൾ. നാം എപ്പോഴും ഈ വചനങ്ങൾ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിസ്കാരത്തിൽ ഇവ പ്രാർത്ഥിക്കുകയും അതുപോലെ മറ്റ് സന്ദർഭങ്ങളിലും ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും വേണം. അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകുമാറാവട്ടെ. അവൻ ഹിദായത്ത് നൽകിയവരോടൊപ്പം. അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകുമാറാവട്ടെ. അവൻ ആഫിയത്ത് നൽകിയവരോടൊപ്പം. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. എല്ലാ ഷർറുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. അള്ളാഹു നൽകിയ എല്ലാറ്റിലും അവൻ നമുക്ക് ബർക്കത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു പ്രത്യേക പരിഗണന നൽകി ഏറ്റെടുത്തവരുടെ കൂട്ടത്തിലായിക്കൊണ്ട് നമ്മയും അവൻ ഏറ്റെടുക്കുമാറാവട്ടെ. നമ്മയും അവൻ സഹായിക്കുമാറാവട്ടെ. നമ്മയും അവൻ ശക്തിപ്പെടുത്തുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.